ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നാം കർത്താവിൻ്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ധ്യാനിക്കുകയാണ്. ഓശാന കഴിഞ്ഞു, പീഡാനുഭവ ആഴ്ചയാണ്, പെസഹ ആചരിക്കുന്നു. ഇനി മരണ ഉത്ഥാനം ഇതിലേക്ക് നമ്മൾ ഒരുങ്ങുന്നു. കർത്താവിൻ്റെ ജീവിതത്തോട് ചേർന്ന് നമ്മൾ ഒരുങ്ങി ധ്യാനിക്കുന്നു. പെസഹ ആചരണത്തിൽ പ്രധാനമായും താൻ ലോകത്തിൻ്റെ അവസാനം വരെയും ജനത്തിൻ്റെ കൂടെ ആയിരിക്കാൻ, മനുഷ്യരുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന യേശുതമ്പുരാൻ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് അവർ കൊടുത്തുകൊണ്ട് പറയുന്നു, ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ ഭക്ഷിക്ക്. വീഞ്ഞ് എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തുകൊണ്ട് പറയുന്നു, ഇതെൻ്റെ രക്തമാണ്, നിങ്ങളിത് കുടിക്ക്. ഞാൻ നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ എന്നിലും ആയിരിക്കുന്നു. ഇവിടെ പെസഹ ആചരണത്തിൽ യേശുതമ്പുരാന്റെ മനോഭാവം എന്തായിരുന്നു എന്ന് ഇന്നത്തെ ചിന്താവിഷയത്തിൽ നമുക്കെടുക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് പ്രത്യേകമായി ആ ചിന്ത അവിടെ കൊടുക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷകന്മാർ അന്ത്യ അത്താഴ ആ വേളയിൽ പെസഹ ആചരണം പുതിയ പെസഹായി മാറ്റുമ്പോൾ അപ്പവും വീഞ്ഞും തിരുശരീര രക്തങ്ങളായി കൊടുത്തുകൊണ്ട് നിങ്ങളിത് ഭക്ഷിക്കുവീൻ, ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ ശ്ലീഹ എഴുതുന്നത് ശുശ്രൂഷയുടെ മനോഭാവമായിട്ടാണ്. ശുശ്രൂഷയുടെ മാതൃക, എളിമയുടെ മാതൃക. അതിനെ ശുശ്രൂഷ നേതൃത്വമെന്നും ശുശ്രൂഷയുടെ സുവിശേഷമെന്നും ശുശ്രൂഷ ശിഷ്യത്വം എന്നും ഒക്കെ വിളിക്കാം. അതായത് താൻ ഇല്ലാതാവുന്ന അല്ലെങ്കിൽ കുറഞ്ഞിട്ട് മറ്റുള്ളവർ വളരണം എന്ന് ഉള്ള ഒരു ചിന്ത. അത് വിശുദ്ധ കുർബാനയുടെ അർത്ഥമാണ്. താൻ അപ്പത്തിൻ്റെ രൂപത്തിലേക്ക്, വീഞ്ഞിൻ്റെ രൂപത്തിലേക്ക് ചെറുതായിക്കൊണ്ട് ഏറ്റവും ചെറുതായി മനുഷ്യരുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ലോകത്തിൻ്റെ അവസാനം വരെയും നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വലിയ ആ എളിമയുടെ മാതൃകയാണ് യേശുതമ്പുരാൻ അന്ത്യത്താഴ ആ വേളയിലൂടെ പുതിയ പെസഹ ആക്കിക്കൊണ്ട്, വിശുദ്ധ കുർബാന ആക്കിക്കൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. എളിമയുടെ മാതൃകയാണ്. അപ്പോൾ ഈ എളിമയിൽ യേശുതമ്പുരാൻ പറഞ്ഞ ചില വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഞാൻ നിങ്ങളുടെ ഗുരുവാണ്, നിങ്ങളുടെ ഗുരുവും നാഥനുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ എന്തുമാത്രം പരസ്പരം പാദങ്ങൾ കഴുകാൻ കടപ്പെട്ടിരിക്കുന്നു. എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ കുദാശയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. നാം ഒന്നിച്ചു കൂടുന്നു, ഏറ്റവും ആഘോഷമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. ഏറ്റവും ആഘോഷമായി വിശുദ്ധ കുർബാനയിലൂടെ യേശുവിൻ്റെ ജീവിതവും പീഡാനുഭവവും ഉത്ഥാനവും നമ്മൾ ആചരിക്കുന്നു. എന്നാൽ അതിൻ്റെ മനോഭാവം എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ, എനിക്ക് മറ്റുള്ളവരുള്ള അനുരഞ്ജനമാണ്. അതുകൊണ്ടാണ് കുമ്പസാരം എന്ന കൂദാശ സഭ നമുക്ക് നൽകുന്നത് അനുരഞ്ജനപ്പെടുവാൻ ഉള്ള ഒരു വേദിയാണ്. വിശുദ്ധ കുർബാനയും കുമ്പസാരവും ഒരേ കുദാശ അല്ല എങ്കിലും കുമ്പസാരത്തിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധ കുർബാന എന്ന ആ വലിയ അർപ്പണത്തിലേക്ക് പ്രവേശിക്കുവാൻ സഭ നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വിശുദ്ധ കുർബാന അല്ലെങ്കിൽ പെസഹ തിരുനാളിലെ ദിവസം തന്നെയാണ് യേശുവിൻ്റെ ആ സംഭാഷണത്തിൽ യേശുതമ്പുരാൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനായിരിക്കണം, അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെ പെരുമാറണം. ആരാണ് വലിയവൻ? മേശയ്ക്കരികിൽ ഇരിക്കുന്നവനാണോ അതോ ശുശ്രൂഷിക്കുന്നവനാണോ? എന്നാൽ ഞാനിപ്പോൾ നിങ്ങളെ ശുശ്രൂഷിക്കുന്നവനായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് വലുപ്പവും ചെറുപ്പവും തമ്മിലുള്ളതായ ആ അടുപ്പ് നമ്മൾ കാണുന്നത്. വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല. ആരാണ് വലിയ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ, അവൻ മറ്റുള്ളവരുടെ ചെറിയവനായിരിക്കണം. ആരാണ് നേതൃത്വത്തിലേക്ക് വരുന്നവൻ, ആ നേതൃത്വം എന്ന് പറയുന്നത് ശുശ്രൂഷ നേതൃത്വമാണ്. ഇങ്ങനെ വിശുദ്ധ കുർബാനയെ ശുശ്രൂഷയായിട്ട് വെക്കുകയാണ് യേശുവിൻ്റെ മനോഭാവത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ആ ഒരു മനോഭാവം നേടിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഓരോ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും നമ്മൾ യേശുവിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ യേശു ശുശ്രൂഷകനായിട്ടും എളിയവനായിട്ടുമാണ് ഈ ലോകത്തിൽ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ വേളകളിൽ നമ്മുടെ രംഗങ്ങളുണ്ട്.
അതായത് നമ്മൾ ഭവനങ്ങളിലായിരിക്കുന്നു, ജോലി സ്ഥലത്തായിരിക്കുന്നു, നമ്മുടെ ശുശ്രൂഷകൾ എവിടെ ആണെങ്കിലും അവിടെയെല്ലാം വിശുദ്ധ കുർബാനയായി മാറാൻ നമുക്ക് സാധിക്കുക. അതാണ് പെസഹ തിരുനാളിൽ നമ്മൾ കൊണ്ടാടുന്നത്. ഇനി ഒരു വർഷത്തെ ശുശ്രൂഷകൾ മൊത്തം നോക്കിയാലും ഏറ്റവും എളിമയോടുകൂടി ഏറ്റവും ആഘോഷമില്ലാതെ അർപ്പിക്കുന്ന ഒരു കുർബാന എന്ന് പറയുന്നത് പെസഹ തിരുനാളിലെ കുർബാനയാണ്. പെസഹ തിരുനാളിലെ കുർബാനകൾക്ക് ചുറ്റുപാടുള്ള ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ചാണ് ആ തിരുനാൾ ആഘോഷിക്കുന്നത്. അത് ഹാശാഴ്ച വരുന്നതുകൊണ്ടാണ്. പക്ഷേ അത് നമ്മുടെ മനസ്സിൽ ഒരു അടയാളമായിട്ട് വേണമെങ്കിൽ എടുക്കാം. അതായത് ക്രിസ്തു കുർബാന എല്ലാ ഞായറാഴ്ച നമ്മൾ അർപ്പിക്കുന്നുണ്ട്, പക്ഷെ പെസഹ തിരുനാളിലെ കുർബാന ആഘോഷങ്ങളില്ലാതെ അർപ്പിക്കുന്ന ഒരു കുർബാനയാണ്. അതൊരു അടയാളമായിട്ട് എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും വിശുദ്ധ കുർബാനയോട് ബന്ധിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിച്ചാൽ നല്ലതാണ്. വിശുദ്ധ കുർബാനയോട് ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയാക്കിയ ഒരു ദൈവത്തിൻ്റെ കഥയാണ്. ഇല്ലായ്മയാക്കിയ ഒരു ദൈവത്തിൻ്റെ കഥ, മനുഷ്യനെ പോലെ തന്നെ ആയ ഒരു ദൈവത്തിൻ്റെ കഥ, മനുഷ്യൻ ആയി മാറിയ ഒരു ദൈവത്തിൻ്റെ കഥയാണത്. എങ്ങനെയാണ് ഈ ലോകത്തിൽ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു തന്ന യേശുവിൻ്റെ ജീവിതമാണ് ഈ മനുഷ്യാവതാരം എന്ന് പറയുക. അപ്പോൾ അന്ത്യത്താഴ വേളയിൽ യേശുദമ്പുരാൻ കാണിച്ചു തന്ന ആ വലിയ എളിമയുടെ മാതൃക പിറ്റേ ദിവസം കുരിശിൽ നമുക്ക് കാണിച്ചു തന്നു. കുരിശിൽ ഇല്ലാതാക്കി തൻ്റെ ജീവൻ തന്നെ സമർപ്പിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവനുള്ളൊരു സമർപ്പണമായി യേശുദമ്പുരാൻ ആ കുരിശിൽ നമുക്ക് സമർപ്പണം ചെയ്തു. ആ കുരിശുകൊണ്ട് തീർന്നില്ല. മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന ഒരു വലിയ സംഭവമാണ് സുവിശേഷത്തിൻ്റെ മുഴുവൻ അന്തർധാര. ഉയർപ്പിക്കപ്പെട്ട യേശുവിനെയാണ് സുവിശേഷം അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ ഈ ലോകത്തിൽ ജീവിച്ച ഒരു യേശുവിൻ്റെ കഥയല്ല സുവിശേഷം. ഇവിടെ പെസഹ ആചരണത്തിൽ യേശുദമ്പുരാന്റെ മനോഭാവം എന്തായിരുന്നു എന്ന് ഇന്നത്തെ ചിന്താവിഷയത്തിൽ നമുക്കെടുക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് പ്രത്യേകമായി ആ ചിന്ത അവിടെ കൊടുക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷകന്മാർ അന്ത്യത്താഴ ആ വേളയിൽ പെസഹ ആചരണം പുതിയ പെസഹായി മാറ്റുമ്പോൾ അപ്പവും വീഞ്ഞും തിരുശരീര രക്തങ്ങളായി കൊടുത്തുകൊണ്ട് നിങ്ങളിത് ഭക്ഷിക്കുവീൻ, ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ ശ്ലീഹ എഴുതുന്നത് ശുശ്രൂഷയുടെ മനോഭാവമായിട്ടാണ്. ശുശ്രൂഷയുടെ മാതൃക, എളിമയുടെ മാതൃക, അതിനെ ശുശ്രൂഷ നേതൃത്വമെന്നും ശുശ്രൂഷയുടെ സുവിശേഷമെന്നും ശുശ്രൂഷ ശിഷ്യത്വം എന്നും ഒക്കെ വിളിക്കാം. അതായത് താൻ ഇല്ലാതാവുന്ന അല്ലെങ്കിൽ കുറഞ്ഞിട്ട് മറ്റുള്ളവർ വളരണം എന്ന് ഉള്ള ഒരു ചിന്ത. അത് വിശുദ്ധ കുർബാനയുടെ അർത്ഥമാണ്. താൻ അപ്പത്തിൻ്റെ രൂപത്തിലേക്ക് വീഞ്ഞിൻ്റെ രൂപത്തിലേക്ക് ചെറുതായിക്കൊണ്ട് ഏറ്റവും ചെറുതായി മനുഷ്യരുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ലോകത്തിൻ്റെ അവസാനം വരെയും നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വലിയ ആ എളിമയുടെ മാതൃകയാണ് യേശുദമ്പുരാൻ അന്ത്യത്താഴ ആ വേളയിലൂടെ പുതിയ പെസഹ ആക്കിക്കൊണ്ട് വിശുദ്ധ കുർബാന ആക്കിക്കൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. എളിമയുടെ മാതൃകയാണ്. അപ്പോൾ ഈ എളിമയിൽ യേശുദമ്പുരാൻ പറഞ്ഞ ചില വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഞാൻ നിങ്ങളുടെ ഗുരുവാണ്, നിങ്ങളുടെ ഗുരുവും നാഥനുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ എന്തുമാത്രം പരസ്പരം പാദങ്ങൾ കഴുകാൻ കടപ്പെട്ടിരിക്കുന്നു. എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ കുദാശയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. നാം ഒന്നിച്ചു കൂടുന്നു, ഏറ്റവും ആഘോഷമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. ഏറ്റവും ആഘോഷമായി വിശുദ്ധ കുർബാനയിലൂടെ യേശുവിൻ്റെ ജീവിതവും പീഡാനുഭവവും ഉത്ഥാനവും നമ്മൾ ആചരിക്കുന്നു. എന്നാൽ അതിൻ്റെ മനോഭാവം എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ എനിക്ക് മറ്റുള്ളവരുള്ള അനുരഞ്ജനമാണ്. അതുകൊണ്ടാണ് കുമ്പസാരം എന്ന കുദാശ സഭ നമുക്ക് നൽകുന്നത് അനുരഞ്ജനപ്പെടുവാൻ ഉള്ള ഒരു വേദിയാണ്. വിശുദ്ധ കുർബാനയും കുമ്പസാരവും ഒരേ കുദാശ അല്ല എങ്കിലും കുമ്പസാരത്തിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധ കുർബാന എന്ന ആ വലിയ അർപ്പണത്തിലേക്ക് പ്രവേശിക്കുവാൻ സഭ നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് വിശുദ്ധ കുർബാന അല്ലെങ്കിൽ പെസഹ തിരുനാളിലെ ദിവസം തന്നെയാണ് യേശുവിൻ്റെ ആ സംഭാഷണത്തിൽ യേശുദമ്പുരാൻ പറയുന്ന ഒരു വാക്കുണ്ട്: ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനായിരിക്കണം, അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെ പെരുമാറണം. ആരാണ് വലിയവൻ? ഭക്ഷണ മേശയ്ക്കരികിൽ ഇരിക്കുന്നവനാണോ അതോ ശുശ്രൂഷിക്കുന്നവനാണോ?
എന്നാൽ ഞാനിപ്പോൾ നിങ്ങളെ ശുശ്രൂഷിക്കുന്നവനായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് വലുപ്പവും ചെറുപ്പവും തമ്മിലുള്ളതായ ആ അടുപ്പ് നമ്മൾ കാണുന്നത്. വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല. ആരാണ് വലിയ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ, അവൻ മറ്റുള്ളവരുടെ ചെറിയവനായിരിക്കണം. ആരാണ് നേതൃത്വത്തിലേക്ക് വരുന്നവൻ, ആ നേതൃത്വം എന്ന് പറയുന്നത് ശുശ്രൂഷ നേതൃത്വമാണ്. ഇങ്ങനെ വിശുദ്ധ കുർബാനയെ ശുശ്രൂഷയായിട്ട് വെക്കുകയാണ് യേശുവിൻ്റെ മനോഭാവത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ആ ഒരു മനോഭാവം നേടിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഓരോ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും നമ്മൾ യേശുവിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ യേശു ശുശ്രൂഷകനായിട്ടും എളിയവനായിട്ടുമാണ് ഈ ലോകത്തിൽ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ വേളകളിൽ നമ്മുടെ രംഗങ്ങളുണ്ട്. അതായത് നമ്മൾ ഭവനങ്ങളിലായിരിക്കുന്നു, ജോലി സ്ഥലത്തായിരിക്കുന്നു, നമ്മുടെ ശുശ്രൂഷകൾ എവിടെ ആണെങ്കിലും അവിടെയെല്ലാം വിശുദ്ധ കുർബാനയായി മാറാൻ നമുക്ക് സാധിക്കുക. അതാണ് പെസഹ തിരുനാളിൽ നമ്മൾ കൊണ്ടാടുന്നത്. ഇനി ഒരു വർഷത്തെ ശുശ്രൂഷകൾ മൊത്തം നോക്കിയാലും ഏറ്റവും എളിമയോടുകൂടി ഏറ്റവും ആഘോഷമില്ലാതെ അർപ്പിക്കുന്ന ഒരു കുർബാന എന്ന് പറയുന്നത് പെസഹ തിരുനാളിലെ കുർബാനയാണ്. പെസഹ തിരുനാളിലെ കുർബാനകൾക്ക് ചുറ്റുപാടുള്ള ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ചാണ് ആ തിരുനാൾ ആഘോഷിക്കുന്നത്. അത് ഹാസാഴ്ച വരുന്നതുകൊണ്ടാണ്. പക്ഷേ അത് നമ്മുടെ മനസ്സിൽ ഒരു അടയാളമായിട്ട് വേണമെങ്കിൽ എടുക്കാം. അതായത് ക്രിസ്തു കുർബാന എല്ലാ ഞായറാഴ്ച നമ്മൾ അർപ്പിക്കുന്നുണ്ട്. പക്ഷെ പെസഹ തിരുനാളിലെ കുർബാന ആഘോഷങ്ങളില്ലാതെ അർപ്പിക്കുന്ന ഒരു കുർബാനയാണ്. അതൊരു അടയാളമായിട്ട് എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും വിശുദ്ധ കുർബാനയോട് ബന്ധിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിച്ചാൽ നല്ലതാണ്. വിശുദ്ധ കുർബാനയോട് ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയാക്കിയ ഒരു ദൈവത്തിൻ്റെ കഥയാണ്. ഇല്ലായ്മയാക്കിയ ഒരു ദൈവത്തിൻ്റെ കഥ, മനുഷ്യനെ പോലെ തന്നെ ആയ ഒരു ദൈവത്തിൻ്റെ കഥ, മനുഷ്യൻ ആയി മാറിയ ഒരു ദൈവത്തിൻ്റെ കഥയാണത്. എങ്ങനെയാണ് ഈ ലോകത്തിൽ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു തന്ന യേശുവിൻ്റെ ജീവിതമാണ് ഈ മനുഷ്യാവതാരം എന്ന് പറയുക. അപ്പോൾ അന്ത്യത്താഴ വേളയിൽ യേശുദമ്പുരാൻ കാണിച്ചു തന്ന ആ വലിയ എളിമയുടെ മാതൃക പിറ്റേ ദിവസം കുരിശിൽ നമുക്ക് കാണിച്ചു തന്നു. കുരിശിൽ ഇല്ലാതാക്കി തൻ്റെ ജീവൻ തന്നെ സമർപ്പിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവനുള്ളൊരു സമർപ്പണമായി യേശുദമ്പുരാൻ ആ കുരിശിൽ നമുക്ക് സമർപ്പണം ചെയ്തു. ആ കുരിശുകൊണ്ട് തീർന്നില്ല. മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന ഒരു വലിയ സംഭവമാണ് സുവിശേഷത്തിൻ്റെ മുഴുവൻ അന്തർധാര. ഉയർപ്പിക്കപ്പെട്ട യേശുവിനെയാണ് സുവിശേഷം അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ ഈ ലോകത്തിൽ ജീവിച്ച ഒരു യേശുവിൻ്റെ കഥയല്ല സുവിശേഷം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങളിൽ എഴുതപ്പെട്ടത് യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പം ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് 40 ദിവസം അവരോടൊപ്പമായിരുന്നു ഉയർപ്പിക്കപ്പെട്ട ശരീരത്തോടുകൂടി താൻ നേരത്തെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവരെ വീണ്ടും പഠിപ്പിച്ചു. അപ്പോഴാണ് സത്യത്തിൽ അവർ പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം സത്യമെന്നും അതിനർത്ഥമുണ്ട് എന്നും ഇതാണ് അവൻ നേരത്തെ പറഞ്ഞിരുന്നതെന്നും അവർക്ക് മനസ്സിലാകുന്നത്. എന്നിട്ട് ഉയർപ്പിന് ശേഷം സ്വർഗാരോഹണം കഴിഞ്ഞു പരിശുദ്ധാത്മാവ് വന്നു. വർഷങ്ങൾ കൊണ്ടാണ് അവർ ഈ സുവിശേഷം എഴുതുമ്പോൾ അവർക്ക് ബോധ്യമായ ആ വലിയ യേശുവിൻ്റെ കഥ അവർ എഴുതുന്നത് ഉയർപ്പിക്കപ്പെട്ട ഉത്ഥാനം ചെയ്ത ആ ഉത്ഥാനത്തിന് ശേഷവും പഠിപ്പിച്ച കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കിയ, ഇനി അവരുടെ ജീവിതത്തിൽ തന്നെ ആ എളിമ പഠിച്ച് യാഥാർത്ഥ്യമാക്കിയ ശേഷം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സുവിശേഷം എഴുതപ്പെട്ടത്. അപ്പോൾ എളിമയുടെ കഥയാണ് സുവിശേഷം. ആ സുവിശേഷമാണ് നാം സ്വീകരിക്കുക. ഈ പെസഹ തിരുനാളിൽ എളിയവരായി മാറുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷകനായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പെസഹ തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനയും മംഗളങ്ങളും എല്ലാവർക്കും നേരുന്നു.